പഠിപ്പിച്ചതാരു കുളിർ കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരോ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരു കുളിർ കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ ചന്ദനപ്പൂങ്കാവുകളിൽ തന്നനമാടുന്ന പൂവുകളോ പൂവുകളിൽ ആടിവരും കുഞ്ഞുമാലാഖതൻ തൃക്കഴലോ തൃക്കഴലാടും പൊൽത്തളയോ പൊൽത്തള ചാർത്തും മുത്തുകളോ താളം ചൊല്ലിത്തന്നു കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരും കുളിർക്കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരോ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർക്കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ പസനി സാരി സനി സരി പസനി സാ സരി സനി സരി പസനി സാരി സനി സരി പസനി സാ സരി സനി സരി നിരിനി പാപ്പ സഗ സദാധ നിരിനി പാപ്പ ധനിധ മാധ പഗരി സനി കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർക്കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരോ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരോ കുളിർക്കാറ്റോ കാറ്റിന്റെ താളത്തിലാടുന്ന പൊന്മുളം കാടോ മലർമേടോ അലമാലയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടലോ ഇനിയാരോ. ആഹാ ബ്യൂട്ടിഫുൾ. കാർത്തിക എന്തോ സൂപ്പർ സോങ്. താങ്ക് യു. എങ്ങനെയുണ്ടായി സ്വരം റൗണ്ടിന്റെ ഒരു എക്സ്പീരിയൻസ്? നല്ല റൗണ്ട്. നല്ല റൗണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ചേച്ചി. കാർത്തിക പെണ്ണേ, എന്തോ മാം. സുന്ദരി പെണ്ണേ, എന്തോ മാം. ആദ്യം തന്നെ ഉഗ്രൻ സെലക്ഷൻ. താങ്ക് യു മാം. ആദ്യം സൂപ്പർ ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി. എല്ലാവരെയും എടുത്തെടുത്ത് പറയണമെന്നുണ്ട്, കാരണം അത്ര മനോഹരായിരുന്നു, സൂപ്പറായിരുന്നു. ഈ ഒരു പാട്ട് ഏതൊരു മലയാളി എപ്പോൾ കേട്ടാലും നമ്മുടെ കണ്ണ് നനയും. ഈ പടത്തിന്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. എല്ലാം അങ്ങനെയാണ്. ഇത് അങ്ങനത്തെ ഒരു പടമാണ്. മോളുടെ ഈ സെലക്ഷൻ, മോളുടെ ഈ പാട്ട് ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. നന്നായി പാടി, നന്നായി പാടി. നല്ല കോൺഫിഡൻസ് വന്നു, ചിരിച്ച് പാടുന്നു. അതൊക്കെ ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തു. മോള് നല്ല ഇന്ററാക്ട് ചെയ്ത് നല്ലതുപോലെ ഹാപ്പി ആയിട്ട് പാടുന്നുണ്ട്. പിന്നെ മോളുടെ പാട്ടിനകത്ത് ആ സ്വരം, എനിക്ക് തോന്നുന്നു മോൾക്ക് തന്നെ അറിയാം എവിടെയാണ് ഒരു ചെറിയൊരു പെർഫെക്ഷൻ കുറവ് എനിക്ക് തോന്നിയത്. ആ സ്വരത്തിലെ ലാസ്റ്റ് പോർഷൻ അത് മാത്രം ഒന്ന് പാടും.
നീരെ നീരിനി പാപ്പധനിതമാധാധപഗരി സനി. അത് കേട്ടില്ല. അവിടെ എത്തിയപ്പോഴത്തേക്ക് ധനി ശ്വാസം തീർന്നു. കുറച്ചുകൂടെ അവിടെ ഓപ്പൺ ആവാം വോയിസ്. ഒന്ന് ട്രൈ ചെയ്യൂ. നീരിനി പാപ്പധനിതമാധാധപഗരി സനി സനി സനി. നീരിനി പാപ്പധനിതമാ നീരിനി പാപ്പധനിതമാധാധപഗരി സനി. ബെറ്റർ. അപ്പൊ അവിടെ അത് കോൺഷ്യസ് ആവണ്ട. ലോവർ രജിസ്റ്ററിലേക്ക് പോകുന്നു, എനിക്ക് സ്ട്രെയിൻ ആവുന്നുള്ളൊരു കോൺഷ്യസ് ആവണ്ട മോള്. ജസ്റ്റ് അത് ആ ഒരു രീതിയിൽ തന്നെ ഹാപ്പി ആയിട്ട് പോയി വരിക. അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് ചിരിച്ചിരുന്നെങ്കിൽ അവിടെ ആ സ്ട്രെയിന് അങ്ങനെ പിടികിട്ടില്ല. അല്ലാതെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. കാരണം ഒന്നാമത് ഈ ഒരു പാട്ട് അങ്ങനത്തെ ഒരു പാട്ടാണ്. ബുദ്ധിമുട്ടാണ് ഇത് പാടാൻ. പാടി ഫലിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്പെഷ്യലി ഈ സ്വരങ്ങൾ വന്നപ്പോഴത്തേക്ക് സ്വരങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാണ്. എല്ലാം സെയിം റിപ്പീറ്റ്സ് അല്ലേ വരുന്നത്. കുറച്ചുകൂടെ എളുപ്പമാണ് പഠിക്കാൻ. പക്ഷെ നൈസ് മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ. ഗോഡ് ബ്ലെസ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. കാർത്തിക. എന്തോ സാർ? ഉഗ്രം പാട്ട്. അപ്പം നമ്മുടെ അണ്ണാച്ചിയുടെ പാട്ടാണ്. അണ്ണാച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് ചങ്കണ്ണാച്ചിയാണ്. അത് കുറേ ഇഷ്ടമാണ്. അപ്പം അത് നന്നായിട്ട് പാടി. Thank you, sir. എനിക്കുള്ള ഒരു ഈ പൂവുകളിൽ ആടി വരും അവിടെ നിന്ന് ഒന്ന് പാടാമോ? അത് ചന്ദനപ്പൂ ചന്ദനപ്പൂങ്കാവുകളിൽ തന്നനമാടുന്ന പൂവുകളോ പൂവുകളിൽ ആടിവരും കുഞ്ഞുമാലാഖതൻ തൃക്കഴലോ തൃക്കഴലാടും പൊൽത്തളയോ. ഇപ്പൊ ഓക്കെ അതേ ഉള്ളൂ. മാലാഖ കേട്ടോ. അത് ആ തൃക്കടൽ അത് ആ സംഗതിക്കൊരു ആ മൃഗായിക്കൊരു നോട്ട് വ്യത്യാസമായിരുന്നു ആദ്യം പാടിയപ്പോൾ. അതുകൊണ്ടാണ് പാടിച്ചത്. പിന്നെ ഇപ്പോൾ ആ സ്വരം ലാസ്റ്റ് പോർഷൻ ആയിരുന്നു, ക്ലാരിറ്റി ഇല്ലാതെ മഞ്ചേരി പാടിച്ചു കേട്ടോ. പിന്നെ ആ ലല്ലല്ലയൊക്കെ ശരിയാവാം കേട്ടോ. എനിക്ക് ലല്ലല്ലയോട് അത്രയ്ക്ക് അത് നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ നല്ല പാട്ട് നന്നായിട്ട് തന്നെ പാടി. ഇപ്പോൾ സുപ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, ഈ നമ്മുടെ ടോൺ പല ഏരിയകൾ പാടുമ്പോൾ പല ശബ്ദം വരാണ്ട് നോക്കുക. നല്ല ശബ്ദമല്ലേ, കൂളായിട്ട് കിട്ടും. അതൊക്കെ മാനസിക രോഗമാണ്. തൊണ്ടയുടെ പ്രോബ്ലം അല്ല, മണ്ടയുടെ പ്രോബ്ലം. അത് മാറ്റുക, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? ഒന്നുമില്ല സർ. താങ്ക് യു സോ മച്ച്. സുഖമാണോ ചോദിക്കേ? സുഖമാണോ ചോദിക്കാൻ എനിക്ക് പരമാനന്ദമാണ്. താങ്ക് യു സർ. ഷാനിക്ക. കാർത്തിക എന്തോ സാർ? നന്നായിട്ട് പാടുവാണ്. താങ്ക് യു സാർ. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഈ പാട്ട് പാടാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇച്ചിരി കുറച്ച് ഡിഫിക്കൽട്ട് സോങ് ആണ് ആക്ച്വലി. ഞാൻ ആകെ ഇത് മാത്രം നോട്ട് ചെയ്യും, തൃക്കഴലാടും. പിന്നെ നമ്മളെ ലല്ലല്ല നമ്മുടെ തൃക്കഴലാടിൻ്റെ നമ്മുടെ സ്വരം പോർഷൻ അത് മാത്രം. ബാക്കി അതർവൈസ് വോയിസ് നമ്മൾ കൃത്യമായിട്ട് മോഡുലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം കാർത്തിക. ഇപ്പോൾ കാരണം ചില സ്ഥലത്ത് വേറെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ആ ഷിഫ്റ്റ് വരാതെ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഹൈ ആയാലും ലോ ആയാലും കാർത്തികയാണ് പാടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. ഇത് ഹൈ വേറൊരു സിംഗർ പാടുന്നു, ലോ വേറൊരു സിംഗർ പാടുന്നു എന്ന് പറയുന്ന ഒരു ഇംപ്രഷൻ വരാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് മാത്രം ടോൺ ഡിഫൈൻ ചെയ്യാനൊന്ന് പഠിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ സർ. ഓ മൈ ഗോഡ്. That's all. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. എം ടി സർ. കാർത്തിക പെണ്ണി, എന്തോ സാർ? വേളി പെണ്ണെ. ഓഹോ. എന്തോ സാർ? പിന്നെ അടുത്ത വരി എന്തോ? ചിത്രപ്പെണ്ണെ. ഓഹോ. അല്ല, കാർത്തിക പെണ്ണെ, വേളി പെണ്ണെ, വെറ്റിലപ്പാക്കുണ്ടോ? ഇല്ല. ദക്ഷിണ വെക്കൂ 100 രൂപ വെക്കൂ കാർത്തിക പെണ്ണെ. ആ 100 രൂപ വല്ലാണ്ട് ചേരുന്നില്ല. ഒരു musically അല്ലണ്ണാ. വേണ്ട, ഒരു 15,000 ആദ്യം തന്നെ ഞാൻ ഔസേപ്പച്ചൻ ചേട്ടൻ ഒരു വലിയ പാട്ടെ കമ്പോസിഷൻ. ആ പാട്ടിനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് BGM ആണ്. നമ്മുടെ ഓർക്കസ്ട്ര, അനൂപ്, അതുപോലെ തന്നെ എല്ലാവരും. അതായത് എത്ര പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ആ BGM കേട്ട് കഴിഞ്ഞാലും നമുക്ക് ബോറടിക്കത്തേയില്ല. അത് കേട്ടോണ്ടേയിരിക്കും. മോളിന്ന് പാടിയത് ഇവരെല്ലാം പറഞ്ഞു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം മുമ്പ് ഞാൻ കേട്ടിട്ടില്ല, അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പകുതിയിൽ നിന്നാണ് കയറിയത്. നന്നായിട്ട് പാടി. എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്റ്റെഡിനെസ് വന്നാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നന്നായിട്ട് പാടിയിട്ടുണ്ട്, പാട്ട് പാടി. പക്ഷെ അതല്ല വേണ്ടത്, പ്രൊഫഷണലിസം നമ്മൾ കൊണ്ടുവരണം. എവറി സോങ് നീഡ്സ് എ പെർഫെക്ഷൻ. ഇപ്പൊ ആദ്യത്തെ പല്ലവി ഒന്ന് പാടിയേ. കാട്ടിലെ മൈനയെ, ആ കറക്റ്റായിട്ട് അങ്ങ് നിൽക്കണം. അവിടെ തന്നെ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാര്? അതാണ് ആ ഒരു ഇത്. ആ കാട്ടിലെ മൈനയെ പാട്ടു പഠിപ്പിച്ചതാരു കുളിർ കാറ്റോ കാറ്റിന്റെ താളത്തിലാടും
പാടുന്ന പൊന്മുളം കാടോ മലർമേടോ മലവാളയായിരം മയിലാടിടുന്ന പോൽ ഇളകും കടരോ അങ്ങനെ ഒരു നല്ല പവർ കൊടുത്ത് പാടണം. അപ്പം നന്നായിട്ട് പാടും. ഓക്കെ. അതുപോലെ തന്നെ ആ സ്വരസ്ഥാനങ്ങളൊക്കെ ശക്തമായിട്ട് അടിച്ചൊന്ന് പാടിക്കേ. പാസനി സാരി സനി സരി പാസനി സാരി സനി സരി പാസനി സാരി സനി സരി പാസനി സാരി സനി സരി നിരി പാപ സഗ സദാദ നിരി പാപ ധനി ധമ ധാധ പഗരി സനി ധാധ പഗരി സനി എല്ലാത്തിനും ഒരു കുണിപ്പെടും. ധാധ പഗരി സനി നീ കുത്തി ഇറക്കണം, മനസ്സിലായോ? അപ്പോഴാണ് നമുക്ക് നല്ല എന്താണ് ഒരു എനർജറ്റിക് ഫീൽ കിട്ടുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. കൂടുതലായിട്ട് എന്ത് പറയാനാ, എല്ലാവരും പറഞ്ഞു നല്ലൊരു പാട്ട്, നല്ല സെലക്ഷൻ, എവറിത്തിങ് ഈസ് ഗുഡ്. ഗുഡ് ലക്ക്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് വയ്ക്കാം. ചോദിക്കാം. കാർത്തിക, എന്താ മാം? എനിക്ക് മോളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐ ഗിവ് യു 9 മാർക്സ്. താങ്ക് യു മാം. ഷാനിക്ക. കാർത്തിക എന്താ സർ? 8.9. താങ്ക് യു സർ. താങ്ക് യു. എം ടി സർ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ആ ഇമ്പ്രൂവ്മെന്റ് ഫാക്ടർ കുറച്ചുകൂടെ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 8.8. താങ്ക് യു സർ. ശരത് സർ. Okay, so total 26.7. Okay. Superstar.